ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റിയായ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ ശരി, വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമുക്കിതുണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് 3 മീഡിയം സൈസിലുള്ള പഴുത്ത നേന്ത്രപ്പഴമാണ്. ഇനി ഇത് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ സ്റ്റൗവിലേക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു തട്ടിട്ട് കൊടുത്തതിന് ശേഷം പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഈ പഴം അവിടെ കിടന്ന് റെഡിയായി വരട്ടെ. ഇനി നമുക്കൊരു കടായി ചൂടാകാൻ വെക്കാം. ഇപ്പം കടായി നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ചെറുപയർ പരിപ്പ് നല്ലപോലെ കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ചെറുപയർ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂടാറി വരട്ടെ. ഇപ്പം പഴമെല്ലാം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി ഈ പഴത്തിൻ്റെ തൊലി മാറ്റിയതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇതുപോലെ അങ്ങ് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പം പഴത്തിൻ്റെ തൊലി മൊത്തം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 കപ്പ് വെള്ള അവലാണ്. വെള്ള അവലും കൂടെ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്ത ആ ചെറുപയർ പരിപ്പ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നല്ലപോലെ പൊടിച്ചെടുക്കാൻ പാടില്ല. ഇതിപ്പം കണ്ടില്ലേ, ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാനിവിടെ സ്റ്റൗവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ നെയ്യ് നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ചിരവിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ ഇതിലേക്ക് 5-6 ഈന്തപ്പഴം കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് ഈന്തപ്പഴം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, കൂടെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ച ചെറുപയർ പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വറുത്ത് കൊടുക്കണം. ഇതിപ്പം ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ പഴത്തിൻ്റെ മിക്സിൽ നിന്ന് ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി എടുത്ത ആ ഫില്ലിങ്ങിൽ അതിൽ നിന്ന് കുറേശ്ശെ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കണം. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ മൊത്തം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ചൂടാകാൻ വെക്കണം. ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം ഇതുപോലെ ഓരോന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കളർ മാറിക്കിട്ടും. ഇതുപോലെ നന്നായി കളർ മാറിയതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. പഴമെല്ലാം വേവിച്ചെടുത്തത് കൊണ്ട് പഴം പെട്ടെന്ന് കളർ മാറിപ്പോവും. അതുകൊണ്ട് ഈ ഒരു കളറാകുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റണേ. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ പഴം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.
ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.